നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 2 റിക്രൂട്ട്മെന്റുകളാണ് ഈ വീഡിയോയിൽ ഞാൻ മുഖ്യമായിട്ടും സൂചിപ്പിക്കുന്നത്. അതിലൊന്ന് EY എന്ന കമ്പനിയിലേക്കാണ്. EY എന്നുള്ളത് നാം അറിയുന്നത് പോലെ തന്നെ ലോകത്തിലെ 4 പ്രമുഖ കൺസൾട്ടൻസി കമ്പനികൾ ബിഗ് 4-ൽ ഒന്നാണ്. EY വിവിധ മേഖലയിലുള്ളവരെ, അത് എഞ്ചിനീയറിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് മാനേജ്മെന്റ് MBA പോലെയുള്ള കോഴ്സ് കഴിഞ്ഞവരെ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, മാത്സ്, ഫിനാൻസ്, കൊമേഴ്സ്, ഇങ്ങനെ വിവിധ മേഖലയിലുള്ളവരെ ഹയർ ചെയ്യുന്നുണ്ട്. കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, കേരള ഗവൺമെന്റ് ഏജൻസി വഴി വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ, റിക്രൂട്ട്മെന്റുകളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അതിലൊരു റിക്രൂട്ട്മെന്റ് UAE-യിലൊക്കെയുള്ള എയർപോർട്ടുകളിലേക്കുള്ള ഹയറിംഗ് ആണ്. 100ഓളം പേരെ ഹയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ വിദേശത്തേക്ക് അധ്യാപകരുടെയും എഞ്ചിനീയേഴ്സിന്റെയും ഒക്കെ ഹയറിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെന്റ് ഏജൻസി വഴി ആയതുകൊണ്ട് തന്നെ വലിയ പണച്ചെലവില്ലാതെ, തട്ടിപ്പില്ലാതെ ഈ അവസരങ്ങളിലേക്ക് ഒരുപക്ഷെ എത്താൻ കഴിഞ്ഞേക്കാം. ഈ റിക്രൂട്ട്മെന്റുകൾ, മുഖ്യമായിട്ടും ഈ 2 റിക്രൂട്ട്മെന്റുകൾ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. EY-യിലെ ഈ ഒരു അവസരം EY-യുടെ കരിയർ സൈറ്റിൽ തന്നെ ലഭ്യമായിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അനലിസ്റ്റ് റോളിലേക്കാണ് EY ഹയർ ചെയ്യുന്നത്. അത് ബാംഗ്ലൂർ ലൊക്കേഷനിലേക്കായിരിക്കും ഹയർ ചെയ്യുന്നത്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. വി ആർ ലുക്കിംഗ് ഫോർ കാൻഡിഡേറ്റ്സ് വിത്ത് ഫോളോയിങ്: ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി. അത് ഏതൊക്കെ ആയിരിക്കണം? പ്രിഫറബിളി ഇൻ ഫിനാൻസ്, കൊമേഴ്സ്, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ്, എഞ്ചിനീയറിംഗ് ഓർ ബിസിനസ് മാനേജ്മെന്റ്. അതായത് ഫിനാൻസ്, കൊമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ MBA ഫിനാൻസ്, അല്ലെ BCom, MCom ഒക്കെ കഴിഞ്ഞവര്, അല്ലെ MSc, BSc മാത്സ് ഒക്കെ കഴിഞ്ഞവര്, അല്ലെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുമ്പം BTech ആകാം, BCA ആകാം, MCA ആകാം, BSc കമ്പ്യൂട്ടർ ആകാം, എഞ്ചിനീയറിംഗ് കഴിഞ്ഞവര്, അല്ലെ ബിസിനസ് മാനേജ്മെന്റ് BBA ഒക്കെ കഴിഞ്ഞവർക്കും MBA കഴിഞ്ഞവർക്കും ഒക്കെ ഇതിന് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം, റിട്ടൺ ആൻഡ് ഓറൽ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷൻ സ്കിൽസ് കാണണം, സ്ട്രക്ചേർഡ് തിങ്കിങ് എബിലിറ്റീസ് കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അനാലിറ്റിക്കൽ സ്കിൽസ് ഒക്കെ കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഡീറ്റെയിൽസ്, ഐ ഫോർ ഡീറ്റെയിൽസ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ വേർഡ്, എക്സൽ, പവർ പോയിന്റ്, അതുകൂടാതെ വിസിയോ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് MS ഓഫീസ് അറിയണം എന്നത് പ്രിഫർ ചെയ്യുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പവർ ബി ഐ എന്നൊക്കെ പറഞ്ഞ ഒരു അനാലിറ്റിക്കൽ ടൂളാണ്. അതൊക്കെ അറിയുന്നവർക്കായിരിക്കും പ്രിഫറൻസ് നൽകുക. അപ്പം ഇതാണ് ഇവിടെ മാർക്കോ അല്ലെങ്കിൽ വേറെ ഇയർ ഓഫ് പാസോ ഒന്നും സൂചിപ്പിക്കുന്നില്ല. ജോലിയുടെ ഒരു സ്വഭാവം അവരെ വളരെ വ്യക്തമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അതൊക്കെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ EY-യുടെ ടാക്സ് ടീമുമായിട്ട് യോജിച്ചുകൊണ്ട് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുവാനായിട്ട് കഴിയണം. ഡേറ്റ റിക്വയർമെന്റ്സ് ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ഡേറ്റ നീഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുക, ഇതൊക്കെ ആയിരിക്കും അവരുടെ ജോലിയുടെ. അപ്പം ഡേറ്റ അനലിറ്റിക്സുമായി ബന്ധപ്പെട്ട ജോലികളായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യണം, അതൊക്കെ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഡോക്യുമെന്റിങ് ദ പ്രോസസ്സ് കാര്യങ്ങളും ഒക്കെ ജോലിയുടെ ഒരു സ്വഭാവമാണ്. അക്കൗണ്ട്സ് റീകൺസിലിയേഷൻസ്, അതുപോലെ പ്രിപ്പയറിംഗ് ഫിക്സഡ് അസറ്റ് രജിസ്റ്റേഴ്സ് ആൻഡ് പോസ്റ്റിംഗ് എൻട്രീസ് ഇൻ ടു അക്കൗണ്ടിങ് സിസ്റ്റം, ERP സിസ്റ്റം ഒക്കെ അറിഞ്ഞിരിക്കുക. ഇതൊക്കെ ആയിരിക്കും ജോലിയുടെ ഒരു സ്വഭാവം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള ഒരു അക്കൗണ്ടിങ്ങിനെ കുറിച്ചൊക്കെ ഒരു നോളജ് ഉള്ള, അല്ലെ ഡേറ്റ അനലിറ്റിക്സിനെ കുറിച്ചൊക്കെ നോളജ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഏജൻസിയായ ODEPEC, ഓവർസീസ് ഡെവലപ്മെന്റ് ആൻഡ് എംപ്ലോയ്മെന്റ് പ്രൊമോഷൻ കൺസൾട്ടന്റ്, ഇവർ വഴി വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ, എയർപോർട്ടിൽ ഉൾപ്പെടെയുള്ള അവസരങ്ങളൊന്ന് പരിശോധിക്കാം. അത് നമുക്ക് അധ്യാപകരുടെ ഒരു അവസരം പരിശോധിക്കാം. മാത്സ് ടീച്ചേഴ്സിനെ ഒമാനിലേക്ക് ODEPEC ഹയർ ചെയ്യുന്നുണ്ട്. മാർച്ച് 2-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സാലറി ഒമാനി റിയാൽ ഏകദേശം ഒരു 300 ഒമാനി റിയാലായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. മാത്സ് ടീച്ചേഴ്സ് ഫീമെയിൽസിന് മാത്രം അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. 2025 ഓഗസ്റ്റിൽ ആരംഭിക്കുന്ന അക്കാഡമിക് ഇയറിലേക്കാണ് ഹയറിംഗ് നടത്തുന്നത്. അത് MSc അല്ലെങ്കിൽ BSc മാത്സ് കഴിഞ്ഞ് B.Ed കൂടെ ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് കഴിയും. മിനിമം 3 years എക്സ്പീരിയൻസ് CBSE അല്ലെ ICSE സ്കൂളുകളിൽ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ കേംബ്രിഡ്ജ് സിലബസ് ഒക്കെ അറിയാമെങ്കിൽ നല്ലത് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. 300 ഒമാനി റിയാൽ കൂടാതെ ഫർണിഷ് ബാച്ചിലേഴ്സ് അക്കോമഡേഷൻ, ഫ്രീ മെഡിക്കൽ, റിട്ടേൺ എയർ ടിക്കറ്റ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 1 year എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് 2-ാം തീയതി
മാർച്ച് 2-ാം തീയതിക്കകം അപ്ലൈ ചെയ്യാം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒഡേപെക് വഴി തന്നെ വിദേശത്തേക്ക് ലഭ്യമായിരിക്കുന്ന മറ്റു ചില റിക്രൂട്ട്മെന്റ്സ് കൂടി ഒന്ന് മനസ്സിലാക്കാം. കാർ പോളിഷർ ആൻഡ് കാർ ഡീറ്റെയിലർ, ഈ 2 തസ്തികയിലേക്ക് 20 പേരെ ഹയർ ചെയ്യുന്നുണ്ട്, 10 പേരെ വീതം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മിനിമം 10ാം ക്ലാസ് എങ്കിലും വിദ്യാഭ്യാസ യോഗ്യതയുള്ള. ഈ കാർ പോളിഷിങ്ങിലും ഡീറ്റെയിലിങ്ങിലും ഒക്കെ മിനിമം 2 ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. 9 hours പെർ ഡേ ആയിരിക്കും ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യേണ്ടതായിട്ട് വരും. ഫുഡും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പ്രാക്ടിക്കൽ ഇൻ്റർവ്യൂവും കൂടി കാണും എന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഏകദേശം ഒരു 40,000 രൂപ വരെയൊക്കെ ആയിരിക്കും പ്രതിമാസ ശമ്പളം. ഇതിലൊരു ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇപ്പം കാർ പോളിഷർ ആണെങ്കിൽ വാഷിങ്, വാക്സിങ്, പോളിഷിങ്, വാക്യൂമിങ് ഇങ്ങനെയൊക്കെയുള്ള ജോലി ചെയ്യേണ്ടതായിട്ട് വരും. കാർ ഡീറ്റെയിലർക്കും പോളിഷിങ്ങും അങ്ങനെയൊക്കെയുള്ള ജോലികളായിരിക്കും ചെയ്യേണ്ടതായിട്ട് വരിക. മിനിമം 10ാം ക്ലാസ് ഉള്ള ഈ മേഖലയിൽ 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള 20 പേരെയാണ് ഇവരെ ഹയർ ചെയ്യുന്നത്. ഇതിന് 26-ാം തീയതി ഫെബ്രുവരി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി നമുക്ക് UAE-ലെ എയർപോർട്ടുകളിലേക്ക് ഉള്ള ഒരു ഹയറിംഗ് കൂടി ഒന്ന് മനസ്സിലാക്കാം. അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഹെവി ബസ് ഡ്രൈവേഴ്സ് ഫോർ ഏവിയേഷൻ എയർ സൈഡ്. അതായത് എയർപോർട്ടിൻ്റെ പ്ലെയിനൊക്കെ വന്ന് നിൽക്കുന്ന ആ ഭാഗത്തേക്ക് ഹെവി ബസ് ഡ്രൈവേഴ്സിൻ്റെ ഹയറിങ് നടക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈ ബസ്സിലൊക്കെയാണ് ചിലപ്പോൾ എയർപോർട്ടിലേക്കൊക്കെ ആളുകളെ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ദുബായ്, അബുദാബി, ഷാർജ ഇങ്ങനെയൊക്കെ നഗരങ്ങളിലേക്കായിരിക്കും ഹയറിങ്. 26-ാം തീയതി ഫെബ്രുവരി വരെ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇതിൻ്റെ ശമ്പളം ഏകദേശം 2,700 UAE ദിറമാണ്. അത് ഏകദേശം ഒരു 60,000 രൂപ വരെയൊക്കെ ആയിരിക്കും. 100 പേരെയാണ് ഹയർ ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം അപേക്ഷിക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ മിനിമം 10ാം ക്ലാസ് മതിയാകും. മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കും പ്രിഫറൻസ് കൊടുക്കുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒരു ഫേമസ് കമ്പനിയിലേക്കാണ് ഹയറിങ്. ടോട്ടൽ 100 പേരെ ഹയർ ചെയ്യുന്നു. ആരെയായിരിക്കും വേണ്ടത്? 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള 25-40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കായിരിക്കണം. കാൻഡിഡേറ്റ്സ് ഫിറ്റ് ആയിരിക്കണമെന്നും അതേപോലെ തന്നെ ഇൽനസ്, അസുഖങ്ങൾ കാണില്ലെന്നും മേജർ സർജറി ഒന്നും ചെയ്തവരാകില്ലെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഡിസബിലിറ്റി, അംഗവൈകല്യം ഒന്നും കാണില്ല. ഓവർ വെയിറ്റ് ആയിരിക്കരുത്. വിസിബിൾ ആയിട്ടുള്ള ടാറ്റൂസ് ഒന്നും, അത് എയർപോർട്ട് മിക്കവാറും ജോലികൾക്കെല്ലാം പറയുന്നതാണ്, വിസിബിൾ ആയിട്ടുള്ള ടാറ്റൂസ് ഒന്നും കാണില്ല എന്നും പറയുന്നുണ്ട്. അത്യാവശ്യം ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്, UAE അല്ലെങ്കിൽ GCC-യിലെ ഹെവി ബസ് ഡ്രൈവിംഗ് ലൈസൻസ് കൂടി കാണണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 2,700 ദിറമാണ് ശമ്പളം. അതിൻ്റെ ഒരു ബ്രേക്കപ്പ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. അതുകൂടാതെ അറ്റൻഡൻ്റ് അലവൻസ് എന്ന നിലയിൽ 100 ദിറം, ഏകദേശം ഒരു 2,000-2,500 രൂപ മാസം വേറെയും നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 വേക്കൻസിക്കും ഇടയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഓർക്കുക, ഈ റിക്രൂട്ട്മെൻറ്റുകളൊക്കെ സൗജന്യമാണ്. പ്രത്യേകിച്ച് ഈ EY-യുടെ റിക്രൂട്ട്മെൻറ്റ്, വിദേശത്തേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആകുമ്പോൾ ചിലപ്പം ചെറിയൊരു തുക ഒക്കെ നൽകേണ്ടതായിട്ട് വരും. അത് ഗവൺമെൻറ് ഏജൻസിയായ ഒഡേപെക് ആയതുകൊണ്ട് തന്നെ വലിയ തട്ടിപ്പില്ലാതെ ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനായിട്ട് കഴിയും. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ അല്ലെങ്കിൽ നമ്മുടെ ജോബ് സൈറ്റിലൂടെയോ ഒക്കെ ജോലി തേടാം. ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.